നമസ്കാരം. മധുവാൻ സംവിധാനം ചെയ്ത് ടോവിനോ തോമസ് നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു കുപ്രസിദ്ധ പയ്യൻ എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. തിയേറ്ററിൽ പോയി കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് എൻ്റെ വ്യൂ എന്താണെന്നുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ അത് കാണുന്നതിന് മുമ്പ് എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ഈ സിനിമയുടെ കഥയുടെ ഒരു ഗതി എന്താണെന്നുള്ളത് ഇതിൻ്റെ ട്രെയിലർ വന്ന സമയത്ത് നമ്മളിതിൻ്റെ ഒരു ട്രെയിലർ ബ്രേക്ക് ഡൗൺ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോൻ്റെ ലിങ്ക് ഇവിടെയുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു നാട്ടിലൊരു കൊലപാതകം നടക്കുന്നു. ആ കൊലപാതകത്തിന് പിന്നാലെ പോകുന്ന പോലീസിന് യഥാർത്ഥ പ്രതിയെ കിട്ടുന്നില്ല. അപ്പോൾ അത് ക്രൈംബ്രാഞ്ചിലേക്ക് എത്തുന്നു. ക്രൈംബ്രാഞ്ച് ഒരാളെ പിടിച്ചങ്ങ് പ്രതിയാക്കുന്നു. പക്ഷേ ആ പ്രതിയാക്കപ്പെടുന്നയാൾ പൂർണ്ണമായും നിരപരാധിയാണ്. അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അതൊക്കെയാണ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ, അവരുടെ ലക്ഷ്യം എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞു വെക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ. ഒട്ടും വലിച്ചു നീട്ടലുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. കഥയുടെ ഒഴുക്ക് വളരെ പ്രെഡിക്റ്റബിൾ ആണ്. പക്ഷേ ആ കഥ പറഞ്ഞിരിക്കുന്ന രീതിയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും അഭിനേതാക്കളുടെ പ്രകടനവും ഒക്കെ നമ്മളെ തിയേറ്ററിൽ ഇങ്ങനെ ടെൻഷൻ അടുപ്പിച്ചിരുത്തുന്ന, അവസാന നിമിഷം വരെ നമ്മളെ അങ്ങനെ ടെൻഷൻ അടുപ്പിച്ച് നിർത്തുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. നമുക്കൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ, നമ്മളെ ഒരാൾ ഒരു പ്രശ്നത്തിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മളെ സഹായിക്കാൻ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇങ്ങനെയുള്ള ആരുമില്ലാത്ത ആളുകളുടെ കഥ പറയുന്ന ഒരുപാട് സിനിമകൾ മലയാളത്തിലും മറ്റു ഭാഷകളിലും വന്നിട്ടുണ്ട്. ആ ഒരു തീം തന്നെയാണ് ഈ സിനിമയിലും ഉള്ളത്. പക്ഷേ അതിനോടൊപ്പം ഇന്ത്യ മഹാരാജ്യത്ത് ആരൊക്കെ എന്തൊക്കെ പേരിൽ കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അവസാന പ്രതീക്ഷയാവുന്ന ജുഡീഷ്യറിയുടെ ശക്തി എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ മുമ്പിൽ ഒരാളുടെ നിരപരാധിത്വം എങ്ങനെയാണ് തെളിയിക്കുന്നത് എന്നൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. നമ്മുടെ നായകൻ ആരോരുമില്ലാത്ത ഒരാളാണ്. പക്ഷേ അയാളുടെ ആരെങ്കിലും ഒക്കെ ആവുന്നത്, അയാളെ എല്ലാ തരത്തിലും ആരൊക്കെ തള്ളി പറയുന്ന സമയങ്ങളിലും അയാളെ ചേർത്ത് നിർത്തുന്നത് എപ്പോഴും സ്ത്രീകളാണ് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അയാളെ രക്ഷിക്കുന്നതും സ്ത്രീകളാണ്. എല്ലാത്തിലും ആ ഒരു എലമെന്റ് ഉണ്ട്. വളരെ മാസമായിട്ടുള്ള ഫൈറ്റ് സീനുണ്ട്, ഒരു ബുൾ ഫൈറ്റ് ഉണ്ട്, നമ്മളെ വളരെ കോരിത്തെരിപ്പിക്കുന്ന രംഗങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഈ കഥാപാത്രത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷെ അതിനും അപ്പുറത്തേക്കുള്ള അഭിനയ സാധ്യതകളുള്ള ഒരു കഥാപാത്രത്തിനെ ടോവിനോ തോമസ് വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. എല്ലാവരെയും, എല്ലാ അഭിനേതാക്കളെയും ഇതിൽ എടുത്തു പറയേണ്ടതാണ്. എല്ലാവരും അതിഗംഭീരമായി അഭിനയിച്ചിട്ടുണ്ട്. ഇനി വളരെ പേഴ്സണൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ആദ്യ പകുതിയുടെ അവസാന രംഗങ്ങളിലേക്ക് ഈ സിനിമയിൽ കടന്നു വരുന്ന ഹന്ന എന്ന കഥാപാത്രമാണ് ഈ സിനിമയിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് നിമിഷ സജയൻ അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ്. ഹന്നയുടെ ജീവിതത്തിനെ ഒരു രണ്ടാമത്തെ ഫേസിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ് അജയന്റെ കേസ്. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം പേടിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ വളരെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ടാവും. അതിനെയൊക്കെ നേരിടാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് അതിനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ നേരിട്ട് മാത്രമേ ആ ഭയത്തിനെ, അല്ലെങ്കിൽ ആ മാനസികമായ ബുദ്ധിമുട്ടിനെ നമുക്ക് മറികടക്കാൻ പറ്റുള്ളൂ. നിമിഷ സജയൻ അവതരിപ്പിച്ച ഹന്ന എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ പാത്ര സൃഷ്ടി മുതൽ അതിന്റെ ഓരോ ആക്ഷനിലും, ഓരോ സംസാരത്തിലും, മോഡുലേഷനിലും, ഓരോ തവണയും സംസാരിക്കുമ്പോൾ ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട്. ഏറ്റവും വിജയമായത് അതിന്റെ കാസ്റ്റിംഗ് തന്നെയാണ്. നിമിഷ സജയനെ പോലെ ഒരു ആക്ട്രസിനെ അത് ഏൽപ്പിച്ചു. അവരത് അതിഗംഭീരമായി ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും നമ്മളൊക്കെ ഇടിച്ച് താഴ്ത്താൻ നോക്കുന്ന കുറേ ആളുകളുണ്ട്. അവരുടെയൊക്കെ മുന്നിലേക്ക് കയറി നിൽക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ നമുക്കുണ്ടാവേണ്ട ഒരു മാറ്റം. പക്ഷേ അവരെ പോലെ മോശം മനുഷ്യരാവാതിരിക്കാൻ കൂടി ശ്രമിക്കണം. അതും ഹന്നയുടെ കഥാപാത്രം പറയുന്നുണ്ട്. ഈ സിനിമ എന്തായാലും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. കാരണം നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ബോധവതികളായിരിക്കുന്ന സാഹചര്യങ്ങൾ മാത്രമേ കണ്ണുകൊണ്ട് കാണുള്ളൂ. നമ്മുടെ ചുറ്റും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും, നമ്മൾ അതിൽ ബോധവാന്മാരായിരിക്കുമ്പോഴും മാത്രമേ അത് നമ്മൾ കാണുള്ളൂ. എന്ന് പറയുന്നത് പോലെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത കുറേ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരിലൊക്കെ ഒരുപാട് കുറ്റങ്ങളും തെറ്റുകളുമൊക്കെ അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ട്. അതിനെയൊക്കെ ഈ സിനിമ ചോദ്യം ചെയ്യുന്നുണ്ട്. പിന്നെ പോലീസിൻ്റെ ക്രൂരതയും അവരുടെ ലോക്കപ്പ് മർദ്ദന രീതികളെക്കുറിച്ചുമൊക്കെ ഈ സിനിമ വളരെയധികം വിമർശിക്കുന്നുണ്ട്. സ്റ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജുഡീഷ്യറിയിലുള്ള വിശ്വാസം, നീതിപീഠത്തിലുള്ള വിശ്വാസം, അതും ഈ സിനിമയുടെ ഒരു വിഷയമാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക.